ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. എന്നെ സ്ഥാപനങ്ങൾ നേരിട്ട് അറിയിക്കുന്നതും അതല്ലാതെ നമ്മുടെ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകളും എൻ്റെ ഫ്രണ്ട്സ് എന്നെ അറിയിക്കുന്ന ജോബ് വേക്കൻസികളും ഒക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ വെറും ഒരു മെസ്സഞ്ചർ മാത്രമാണ്, ഒരു മീഡിയേറ്റർ മാത്രമാണ്. എനിക്ക് സ്ഥാപനങ്ങളുമായിട്ട് പരിചയമുള്ളതാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞെന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നേരിട്ട് അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. അല്ലാത്തതൊക്കെ നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത നമ്മൾ കാരണം കൂടി ഒരു വഴി തെളിച്ചു കൊടുക്കാൻ നമുക്കും കൂടി കഴിയുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അന്തർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ദുബായ് ബേസ്ഡ് ആണ്. ഷാർജ, പിന്നെ അല്ലൈന്, അതേപോലെ തന്നെ റാസൽ കൈമ, അങ്ങനെ മിക്ക എമിറേറ്റ്സുകളിലും നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നത്, അതായത് ഞാൻ വർക്ക് ചെയ്യാൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ 2 ആളുകൾക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. അതായത് നിങ്ങൾ ട്രെയിനിങ് പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വരണം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സ് കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കും. അതേപോലെ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട്, ബാക്ക്, അതേപോലെ നിങ്ങളുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും നിങ്ങൾ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ 3 ലേഡീസിനും കൂടി ജോബ് വേക്കൻസി ഉണ്ട്. അതായത് ഈ KFC പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ, ചിക്കിങ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് പാക്കിംഗ് സെക്ഷനിൽ, അതായത് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് പാക്ക് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് പാർസൽ ചെയ്ത് കൊടുത്തു വിടാൻ പാകത്തിന് ബോക്സുകളിലാക്കി പാർസൽ ചെയ്യാൻ കഴിവുള്ള 3 ലേഡീസ് സ്റ്റാഫിനും വേക്കൻസി ഉണ്ട്. 30 വയസ്സിൻ്റെ താഴെ ആയിരിക്കണം ഏജ് ഉണ്ടാകേണ്ടത്. ആൺകുട്ടികൾ 2 പേര് പറഞ്ഞവർ. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ആളുകൾക്ക് 25 വയസ്സാണ് മാക്സിമം വേണ്ടത്. നിങ്ങൾക്ക് ജോലിയിൽ യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. എക്സ്പീരിയൻസിനും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കൂടെ നിന്ന് ട്രെയിനിങ് കൊടുത്ത് ഞാനെല്ലാം പഠിപ്പിച്ചു തരുന്നതാണ്. കാരണം നമ്മൾ പുതിയതായിട്ടാണ്, അതായത് കൂടുതൽ ആൾക്കാർക്കൊന്നും ബ്രോസ്റ്റൊന്നും ഒരു ഹോട്ടലുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ KFC ഒക്കെ പോലെ, അൽബേക്കൊക്കെ പോലെ, ഞാൻ അൽബേക്കിൽ വർക്ക് ചെയ്തതാണ്. ആ ഒരു ലെവലിൽ സ്റ്റാൻഡേർഡ് രീതിയിൽ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് രീതിയിലായിരിക്കും നമ്മൾ അവിടെ കിച്ചൺ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ പിള്ളേരെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ ഒരു ബേസിക് ഉണ്ടാവും. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത്, പഠിപ്പിച്ചു കൊടുത്ത്, അവരെ ഞാൻ ഒരു ട്രാക്കിൽ കയറ്റി മുന്നോട്ട് നല്ല രീതിയിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതുമാണ്. അതേ 3 ലേഡി സ്റ്റാഫുകൾ വേണം. അവർ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. എല്ലാവർക്കും വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാലറി കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും ഇതേപോലെ ഒത്തിരി ജോബ് വേക്കൻസി ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഷാർജയിലേക്ക് പോവുകയാണ്. നാളെ അവിടെ ബ്രോസ്റ്റിൻ്റെ നാളെ മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ അവിടെ കുറച്ച് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഷാർജയിലേക്ക് പോകും. ചിലപ്പോൾ സമയത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാകുമെന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഞാൻ കറക്റ്റായിട്ട് നാളെയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു.